നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അജിത് ഡോവൽ സൗദി അറേബ്യയിൽ പോയിരുന്നു. റിയാദിലെത്തി സൗദിയിലെ പ്രമുഖ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയുമോ? മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും കശ്മീർ വിഷയത്തിൽ സൗദിക്ക് വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് അജിത് ഡോവൽ പോയത്. എന്തുകൊണ്ടാണ് അജിത് ഡോവൽ പോയത്? അജിത് ഡോവലാണ് യഥാർത്ഥത്തിൽ കശ്മീർ വിഷയത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. അവിടെ ഇന്ന് കാണുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകാനുള്ള കാരണം അജിത് ഡോവലിൻ്റെ തന്ത്രങ്ങളാണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അജിത് ഡോവലിനെ സൗദിയിലേക്ക് അയച്ചു. എന്താണ് കശ്മീർ വിഷയത്തിൽ ഇന്ത്യ എടുത്ത നിലപാട്? എന്തുകൊണ്ടാണ് ഇന്ത്യ 370-ഉം 35A റദ്ദു ചെയ്തത്? അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ സൗദിയിലെ പ്രമുഖ നേതാക്കന്മാർക്ക് ഇന്ത്യ വിശദീകരണം നൽകുക. അതിന് ഏറ്റവും ഉത്തമനായ വ്യക്തി അജിത് ഡോവലാണ്. അങ്ങനെ അജിത് ഡോവൽ റിയാദിലെത്തുകയും ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും സൗദിയിലെ പ്രമുഖരെ കണ്ട് ഈ വിഷയത്തിൽ വിശദീകരണമായിട്ടുള്ള ഒരു ചർച്ച നടത്തുകയും അങ്ങനെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഒരു വിശദീകരണത്തിന് നരേന്ദ്രമോദി സൗദിയിലേക്ക് പോകുന്നു. അദ്ദേഹം പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ അജിത് ഡോവലിന് പുറമെ നരേന്ദ്രമോദിയും സൗദിയിലേക്ക് പോകുന്നു. എന്താണ് കശ്മീർ വിഷയത്തിൽ ഇത്രക്കും വലിയ ഒരു വിശദീകരണം സൗദിക്ക് നൽകുന്നത്? അതിന് വ്യക്തമായ കാരണമുണ്ട്. അതായത് സൗദി ഇന്ത്യയിൽ $10,000 കോടി നിക്ഷേപം നടത്താനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ മലേഷ്യയും തുർക്കിയും കശ്മീർ വിഷയത്തിൽ UN-ൽ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടുമായി വന്നതോടുകൂടി മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്ത്യയോട് നോ പറയുമോ എന്നുള്ള ഒരു ഭയമാണ് നരേന്ദ്രമോദി അടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ നേതൃത്വങ്ങൾ സൗദി അറേബ്യയെ സന്ദർശിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ കാര്യം. പക്ഷേ നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തിയാൽ എന്തായിരിക്കും വിശദീകരണം നൽകുക? ആ വിശദീകരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയായിരിക്കും: ഞങ്ങൾക്ക് ഒരു തരത്തിലും മുസ്ലിം വിരോധമില്ല, കശ്മീരിലെ തീവ്രവാദികളെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സൗദിയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത്? UN-ൽ ഈ വിഷയം കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു പഠന റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി അത് UN-ൽ പരസ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ? അതല്ലാതെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയും അജിത് ഡോവൽ അടങ്ങുന്നവരും കൂടി പദ്ധതി ചെയ്ത ഒരു ആസൂത്രണ നീക്കത്തിന് അവർ തന്നെ വിശദീകരണം നൽകുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യം വ്യക്തമാണ്: മലേഷ്യയുടെയും തുർക്കിയുടെയും ശക്തമായ എതിർപ്പ് ഇന്ത്യയെ വലിയ ഭയത്തിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി അടങ്ങുന്നവർ സൗദിയിലേക്ക് വിശദീകരണ തന്ത്രവുമായി കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.